ഈ നാട്ടിലെ ഏറ്റവും നല്ല ഭരണം കാഴ്ചവെച്ച് പിണറായി സർക്കാരാണ്. അടിപൊളിയായിരുന്നു. 10 വർഷം കൊണ്ട് ഈ നാടിനാകെ കട്ടുപിടിച്ചല്ലേ. കഴിഞ്ഞ 5 വർഷമായിട്ട് കുറച്ച് പിന്നോട്ടായിരുന്നു. സമഗ്ര വികസനം സാധ്യമാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പണിയെടുത്താൽ നമ്മളെ കുടുംബം പോറ്റും. പത്തന മാറ്റി. ഈ ലാസ്റ്റത്തെ 5 വർഷം പറ്റപ്പോയി. ജനങ്ങൾക്ക് ഒരു ഉപകാരമില്ല. 50% കുഴപ്പമില്ല. നല്ലതായിരുന്നു. നല്ല ഭരണമല്ലേ. ഇപ്പം നമ്മളെ മുണ്ടൊക്കെ ഈ കാര്യങ്ങളെല്ലാം അറിയാലോ. ടൗൺഷിപ്പ് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി തുടർഭരണം ലഭിച്ച LDF സർക്കാർ അധികാരത്തിലെത്തും. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലമാണിത്. പിണറായി സർക്കാരിന്റെ 10 വർഷക്കാലം എങ്ങനെയുണ്ടായിരുന്നുവെന്ന് വയനാട്ടുകാരോട് നമുക്ക് ചോദിക്കാം. കുഴപ്പമില്ല, നല്ലതായിരുന്നു. ഡെവലപ്മെന്റ്സ് ഒക്കെ ഉണ്ട്. അത് നല്ലപോലെ കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ അത് എല്ലാവർക്കും ഒരു ഉപകാരമായിരുന്നു. ഇടതുപക്ഷം തന്നെ വരാൻ സാധ്യത. പിന്നെ നല്ല ഡെവലപ്പാണല്ലോ. 10 വർഷം എന്താ വികസനങ്ങൾ എന്താ ഇല്ലേ? ഒന്നുമില്ലല്ലോ. ജനങ്ങളെ കയ്യിൽ നിന്നില്ല പൈസ വാങ്ങിയിട്ട് ഈ നികുതി പണം കൂട്ടി എല്ലാം ഒന്നിനും കൂട്ടില്ല പറഞ്ഞ സാധനം എല്ലാത്തിനും കൂട്ടിയില്ലേ. കുഴപ്പമില്ല, നല്ല ഭരണമായിരുന്നു. പാവപ്പെട്ടവന് ഒരു നേരത്തെ ആഹാരം ഇല്ലാത്തവനും ആ 2000 രൂപ വലിയൊരു കിട്ടല. സംസ്ഥാന ഭരണം ശരിക്കും ഞങ്ങൾക്ക് ദോഷകരമായിട്ടാണ് ബാധിച്ചിട്ടുള്ളത്. പക്ഷേ ജനങ്ങൾ വിധി ചെയ്തട്ടെ. ഇനി ഈ 10 വർഷത്തിനുള്ള ഇനി ഈ 5 വർഷം ഇനി അങ്ങോട്ടുള്ളത് ജനങ്ങൾ വിധി ചെയ്തട്ടെ. നമ്മുടെ അഭിപ്രായം പോരാന്നുള്ളതാണ്. അപ്പോൾ ഈ ലാസ്റ്റത്തെ 5 വർഷം പറ്റപ്പോയി. 10 വർഷം മോശമില്ലാത്ത ഭരണം തന്നെയാണ്. വെറും 600 രൂപ പെൻഷനിൽ 18 മാസം കുടിശ്ശികയാക്കി ഒഴിവാക്കുക. അത് പിണറായി സർക്കാർ വന്നതിന് ശേഷം അവർ പിള്ളേർക്ക് അവർക്ക് വീഴ്ച കൊടുത്ത് അത് കുഴപ്പമൊന്നും അടിപൊളിയായിരുന്നു. നല്ല ഇതാണ്. എന്നാലും ഇനി അതുപോലെ തന്നെ അങ്ങോട്ട് വേണമെന്നാണ് പറയുന്നത്. 10 വർഷം വികസനം ഒന്നും പറയാനല്ലേ, എന്നൊന്നും പറയാനൊന്നുമില്ലല്ലോ. അവർ വികസനം പറയൽ മാത്രമല്ലേ ഉള്ളൂ. വെറും പോക്ക്. 5 വർഷം തിരക്കിട്ടില്ലായിരുന്നു. പിന്നെ ബാക്കിയുള്ള സമയത്താണ് ഭയങ്കര മോശമായിട്ടുള്ളത്. പിണറായി സർക്കാരിൽ നിന്ന് വെച്ചിട്ടാണെങ്കിൽ 10 വർഷം കൊണ്ട് ഈ നാടിനാകെ കട്ടുപിടിച്ചല്ലേ. നല്ല ഭരണം, LDFിൻ്റെ ഭരണം സൂപ്പർ ഭരണം. 3-ാം വട്ടം 99% ഞങ്ങളെ വിലയിരുത്തൽ വരും തന്നെ വയനാട് ജില്ല. റോഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് പോയിട്ടുണ്ടെന്ന് തോന്നുന്നത്. മുഖ്യമന്ത്രി കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഒരു ചേഞ്ചസ് എല്ലാവരും ആഗ്രഹിക്കുമല്ലോ. സർക്കാർ 10 വർഷം ഓക്കെ ആയിരുന്നു. പക്ഷേ ഇനി വരുന്ന സർക്കാർ ജനങ്ങൾക്ക് ഉപകാരമുള്ള സർക്കാരായിരിക്കണം എന്നൊരാഗ്രഹം, അത്രേ ഉള്ളൂ. മോശമായിട്ട് പറയാനൊന്നുമില്ല. വലിയ എന്നാ പറയുക, കുറ്റങ്ങളൊന്നും പറയിപ്പിച്ചിട്ടില്ലല്ലോ. പിന്നെ അത്യാവശ്യം റോഡുകളൊക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ട്. 5 വർഷം നല്ല ഭരണമായിരുന്നു. കാരണം ആളുകൾ പിന്നെ താല്പര്യത്തോടു കൂടി കണ്ട, പ്രത്യേകിച്ച് പിണറായി വിജയന്. പക്ഷേ പിറ്റത്തെ 5 വർഷം സത്യത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഭരണമാണ്. വലിയൊരു കുഴപ്പമില്ല. ആര് വലിച്ചാലും കണക്കായിരിക്കും. ഏത് പാർട്ടിയും എല്ലാ പാർട്ടിയും കണക്കാ. നശിച്ച ഭരണം. കാരണം ജനങ്ങൾക്ക് ഒരു ഉപകാരമില്ല. ഓൾക്ക് നല്ല ഈശ പൂരിപ്പിക്കുക. നല്ലത് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ല. 5 കൊല്ലത്തെ ഭരണത്തിൽ വലിയ മോശം പറയാനില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഭരണം എന്ന് പറഞ്ഞാൽ പറ്റ മോശമാണ്. 50% കുഴപ്പമില്ല. നല്ല ഭരണമായിരുന്നു, കുഴപ്പമൊന്നുമില്ല. നമ്മൾ പണിയെടുത്താൽ നമ്മളെ കുടുംബം പോറ്റും. വളരെ മോശമല്ലേ. സാധാരണക്കാരൻ ആളുകൾക്ക് ജീവിക്കാൻ മേലാത്തൊരു അവസ്ഥയൊന്നുമില്ല മൊത്തത്തിൽ. നമുക്ക് ഈ ഏറ്റവും കൂടുതൽ വന്നത് ഈ 5 വർഷക്കാലമാണ്. കഴിഞ്ഞ വർഷത്തെ കുറച്ചും കൂടെ ഇതില്ലായിരുന്നു. തിരക്കുള്ളൂ. നല്ല 3-ാം പിണറായി മന്ത്രിസഭ വരുമെന്നാണ് പറയുന്നത്. 101% മുഖ്യമന്ത്രി വീണ്ടും ഇയാൾ തന്നെ പറഞ്ഞു. പത്തന മാറ്റി. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഭരണം തന്നെയാണ്. കുഴപ്പമില്ല. ഇതിപ്പോൾ എല്ലാം കണക്ക് തന്നെ. ഭരണം ഉഷാറാണ്. അത് നമ്മുടെ നാട്ടിലെ ഓരോ വികസനങ്ങൾ നോക്കിയാൽ തന്നെ അറിയാമല്ലോ. അപ്പോൾ അത് ഓരോ 10 വർഷം ഭരിച്ചിട്ടുണ്ട്. അതിൻ്റെ മുന്നേ വരും ഭരിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ തുടർച്ചയായിട്ട് പോകുന്ന മാത്രം. ഇപ്പോൾ വലിയൊരു മോശമില്ല എന്ന് പറയാം, എന്നാലും മോശം ഉണ്ടേനോ. അങ്ങനെ തന്നെ മോശമാണ്. ശബരിമല കൊള്ള, അങ്ങനത്തെ പലതും ഉണ്ട് പറയാനുണ്ട്. അപ്പോൾ LDF തുടരണം എന്നാണ് നമ്മുടെ അഭിപ്രായ. കാരണം കാരണം ഇപ്പം എന്താ പറയുക, എല്ലാം കൊണ്ടും ഭരണം മോശമായിരുന്നു. മെഡിക്കൽ കോളേജിന് പക്ഷേ ഇവിടെ മെഡിക്കൽ കോളേജില്ല, എല്ലാം കൊണ്ട് അടിപൊളിയായിരുന്നു. ഭക്ഷണം വാങ്ങി കഴിക്കുന്നവർക്കറിയാം, അല്ലാത്തൊരു കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. തീരദേശ റോഡുകൾ, മലയോര ഹൈവേ, ഇപ്പോൾ നാഷണൽ ഹൈവേൻ്റെ കാര്യങ്ങൾ സർക്കാരിനൊരു 10ൽ 9.99 തന്നെ ഉണ്ട്. നല്ല ഭരണമാണ്, കുഴപ്പമൊന്നുമില്ല. റോഡൊക്കെ കണ്ട കുറേയൊക്കെ വികസനം നടന്നില്ലേ. നല്ല ഭരണമായിരുന്നു. പ്രത്യേകിച്ച് അങ്ങനെ പോരായ്മകളൊന്നുമില്ല. എങ്കിലും ഒരു തുടർ ഭരണം വരാതിരിക്കുന്നതാണ് എപ്പോഴും കേരളത്തിൻ്റെ ഒരു സ്ഥിതി വെച്ച് നോക്കുമ്പോൾ നല്ലതെന്ന് മനസ്സിലാകും. 2-ാം ഊഴം വന്നപ്പം അത്ര നന്നായില്ല. പിണറായി ഗവൺമെൻറ്റിൻ്റെ 10 വർഷം ഏതാണ്ട് നല്ല ഭരണമാണ്. 2000 രൂപ പാവപ്പെട്ട ആളുകൾക്ക് പെൻഷൻ കൊടുക്കുക. അയ്യോ, 10 വർഷം നിങ്ങളൊക്കെ കണ്ടതല്ലേ, വളരെ അബദ്ധമല്ലേ. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്ത അത്രയും അബദ്ധമാണ് ഈ കഴിഞ്ഞ 10 വർഷം. ഇല്ല, നന്നായിട്ടുണ്ട്. കാരണം ഇപ്പം വന്ന് ഈ തുരങ്കപാതൻ്റെ പരിപാടി തന്നെ ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്നത്. ഭരണത്തിലെ പൊതുവെ റോഡുകളൊന്നും കുഴപ്പമില്ല, പക്ഷേ ഗ്രാമങ്ങൾക്കുള്ളിലേക്കുള്ള റോഡുകളൊക്കെ മോശം തന്നെയാണ്. കുഴപ്പമില്ല. പിന്നെ നല്ല ഭരണം നോക്കി എല്ലാവരും വോട്ട് ചെയ്യുക. ഫസ്റ്റ് 5 ഇയേഴ്സിനേക്കാളും വളരെ മോശമായിരുന്നു. രണ്ടാമത്തെ 5 ഇയേഴ്സ് കുഴപ്പമൊന്നുമില്ല. പ്രത്യേകിച്ച് കുഴപ്പമായിട്ടൊന്നും തോന്നിയില്ല. കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു.
അങ്ങനെ എല്ലാം കൊണ്ട് എൻ്റെ ഉമ്മക്ക് എല്ലാവർക്കും പെൻഷനൊക്കെ കിട്ടുന്നുണ്ട്. അതൊക്കെ കറക്റ്റ് മുടങ്ങാണ്ട് കിട്ടുന്നുണ്ട്. 10ന് 10 തന്നെ, അതിൽ കുറക്കാനൊന്നുമില്ല. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന സാധനത്തിൽ ഏറ്റവും ഊന്നൽ നൽകിയ ഒരു ഗവൺമെൻറ് കൂടിയായിരുന്നു. നല്ല ജനാധിപത്യ ബോധമുള്ള ഗവൺമെൻറ്റാണ്. നല്ല ഭരണം കാഴ്ചവെച്ചത് തുടർന്ന് ഭരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇടതുപക്ഷ അനുഭാവികളാണെങ്കിൽ അവർക്ക് ഏതെല്ലാം നിലക്കാണോ ജോലി കിട്ടാൻ സാധ്യത അതെല്ലാം നോക്കുന്നു. അല്ലാത്തവർക്കൊന്നുമില്ലാത്ത അവസ്ഥയിൽ ഇന്നും ഒരു ഭൂമിയില്ലാത്ത ആൾ ഇവിടെയുണ്ട്. നല്ല ഭരണമായിരുന്നു. സമഗ്ര മേഖലയിൽ സമഗ്ര വികസനം സാധ്യമാക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്ര വലിയൊരു വികസനമാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. കുറച്ച് കഴിഞ്ഞ 5 വർഷമായിട്ട് കുറച്ച് പിന്നോട്ടായിരുന്നു. അതുകൊണ്ട് ഭരണം മാറണം തന്നെയാണ്. കഴിഞ്ഞ 10 വർഷത്തെ പിണറായി സർക്കാരിൻ്റെ ഭരണത്തെക്കുറിച്ച് സമ്മിശ്രമായ പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നും നമുക്ക് ലഭിച്ചത്. എന്തായാലും യഥാർത്ഥ വിധി അറിയാൻ മെയ് 4 വരെ തന്നെ കാത്തിരിക്കാം.